നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരും താമസം മാറാത്തവരുമായിട്ടുള്ള നിരവധി പേരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് പുറത്തായതായാണ് പരാതി ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വീണ്ടും അവസരം ഒരുക്കിയിട്ടുണ്ട്. പേര് ഒഴിവാക്കപ്പെട്ടവർക്ക് എപ്പോൾ മുതൽ അപേക്ഷിക്കാമെന്നും അതിനായിട്ട് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്നും കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു. വോട്ടർമാർക്ക് തങ്ങളുടെ പേര് പട്ടികയിലുണ്ടെന്ന് ഉറപ്പുവരുത്താനും പരാതികൾ പരിഹരിക്കാനുമുള്ള സുവർണ അവസരമാണിതെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കാൻ കഴിയാത്ത വോട്ടർമാർക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്നതിനായിട്ട് അനുവദിച്ചിട്ടുള്ള 2025 ഡിസംബർ 23 മുതൽ 2026 ജനുവരി 22 വരെയുള്ള കാലയളവിൽ ഇവർക്ക് പേര് ചേർക്കാൻ സാധിക്കും. ഇതിനായിട്ട് നിശ്ചിത ഡിക്ലറേഷൻ ഫോമിനൊപ്പം തന്നെ ഫോം 6 പൂരിപ്പിച്ച് സമർപ്പിച്ചാൽ മതിയാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നിരക്കുകൾ വർദ്ധിപ്പിച്ച റെയിൽവേ. 215 കിലോമീറ്ററുകൾക്ക് മുകളിലുള്ള യാത്രയ്ക്കാണ് നിരക്ക് വർധന. വർദ്ധിപ്പിച്ച യാത്രാ നിരക്ക് ഡിസംബർ 26 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിവർഷ വരുമാനം 600 കോടി രൂപയാക്കി ഉയർത്താൻ ലക്ഷ്യം വെച്ചാണ് ടിക്കറ്റ് വർധന നടപ്പിലാക്കുന്നതെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കുകൾ പ്രകാരം നോൺ AC കോച്ചുകളിൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന യാത്രക്കാർ 10 രൂപ അധികമായിട്ട് നൽകേണ്ടി വരും. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്കാണ് വർധനവ്. ഓർഡിനറി ക്ലാസ്സിലെ യാത്രാ നിരക്ക് 1 പൈസയായിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ AC ക്ലാസ്സുകളിലെ ടിക്കറ്റ് വർധന 2 പൈസ. 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് നിരക്ക് വർധന ഉണ്ടാകില്ല. ഡിസംബർ 26 മുതൽ റെയിൽവേ നിരക്ക് വർധന നടപ്പിലാക്കുന്നതോടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ ചെലവേറിയതാകും. അതുപോലെ സബർബൻ ട്രെയിൻ യാത്രയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ദീർഘദൂര യാത്രകൾക്ക് കൂടുതൽ ചിലവ് വരുന്നതായിരിക്കും. വർഷങ്ങളായിട്ട് ഇൻപുട്ട് ചിലവ് വർദ്ധിച്ചിട്ടും 2018 മുതൽ ചരക്ക് നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ലെന്ന് റെയിൽവേ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ 22 ഇന്ന് മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളുടെയോ അല്ലെങ്കിൽ പെൻഷനുകളുടെയോ ഒക്കെ തന്നെ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാകുന്നതാണ്. അതാണ് ഈ പദ്ധതി. KSmart.lsg.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. അന്ത്യോദയ അന്ന യോജന, മഞ്ഞ റേഷൻ കാർഡ്, അതുപോലെ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് അർഹതയുള്ളത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെയായിട്ട് വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ഒക്കെ തന്നെ ജോലി ചെയ്യുന്നവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുക വിതരണം ഏകദേശം ഇപ്പോൾ പൂർത്തിയാകാറായിട്ടുണ്ട്. ഇനി കൈകളിലേക്കുള്ള തുക ലഭിക്കാനുള്ളവർക്ക് അവർക്ക് വീണ്ടും ഇന്ന് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ്. 24-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ആനുകൂല്യം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവരുണ്ട്. അതായത് 500 രൂപ, 300 രൂപ, 200 രൂപയൊക്കെ ലഭിക്കാൻ അല്ലെങ്കിൽ കുറഞ്ഞവരൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തിയാവാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ തുക വിതരണം ചെയ്യുക. ഇനി ഇതോടൊപ്പം തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇനി ഏതെങ്കിലും മേഖലയിലൊക്കെ തന്നെ ആ തുക ലഭിക്കാനുണ്ടെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇന്ന് മുതൽ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ല, മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേവനയുടെ പെൻഷൻ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കണം. അവിടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പരിശോധിക്കുക. അതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ശരിയാണോ, നമ്മൾ നൽകിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം എന്താണ് മുടങ്ങിക്കിടക്കാനായിട്ട് കാരണമെന്ന് അവിടെ ആ കാര്യങ്ങൾ പരിശോധിച്ചറിഞ്ഞ് വേണ്ട ക്രമീകരണങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യണം. തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എത്രയും വേഗം ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്:
വൻ വിലക്കുറവുമായിട്ട് സപ്ലൈകോയുടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ചന്തകൾ ഡിസംബർ 22 തിങ്കളാഴ്ച ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഡിസംബർ 31 തീയതി വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാലയിൽ ചന്തയുണ്ടാകും. ഇതിന് പുറമെയായിട്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രമം മൈതാനം, അതോടൊപ്പം തന്നെ പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ചന്തകളും സംഘടിപ്പിക്കുന്നതാണ്. ക്രിസ്മസ് പുതുവത്സര ചന്തയിൽ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും ലഭിക്കുന്നതാണ്. 20 കിലോഗ്രാം അരി 25 രൂപയ്ക്ക് ഫെയറുകളിലും ലഭ്യമാകുന്നതാണ്. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 1 കിലോ ശബരി ഉപ്പ് 1 രൂപയ്ക്ക് നൽകും. ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് സാന്റ ഓഫർ എന്ന പേരിൽ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് ലഭിക്കും. കേക്ക്, പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി അപ്പം പൊടി, അതോടൊപ്പം തന്നെ മസാലകൾ എന്നിവയൊക്കെ അടങ്ങിയ 667 രൂപയുടെ 12 ഇനം കിറ്റ് 500 രൂപയ്ക്ക് നൽകുന്നതാണ്. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകളും ലഭിക്കും. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പൺ ഉപയോഗിച്ചാൽ 50 രൂപ ഇളവ് ലഭിക്കുന്നതാണ്. അതേസമയം സപ്ലൈകോ അത്യാധുനിക രീതിയിൽ സംവിധാനം ചെയ്യുന്ന ഷോപ്പിംഗ് മാളായിട്ടുള്ള സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിലും കോട്ടയത്തും ജനുവരിയിൽ ആരംഭിക്കുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടർന്നു. എന്നാൽ വെള്ളിയാഴ്ച പവന് 480 രൂപ കുറഞ്ഞിരുന്നു. ഒരു പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിപണി വില നിലവിൽ 98,400 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹാൾമാർക്കിങ്ങും ചാർജൊക്കെ തന്നെ ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനായിട്ട് 1.5 ലക്ഷത്തിന് അടുത്ത് നൽകേണ്ടതായിട്ട് വരും. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.